കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എവിടെ വെച്ച് നിർത്തി കോട്ടൺ ഫാബ്രിക്കിൻ്റെ മേലെ കട്ടിയുള്ള കാർഡ്ബോർഡ് ഒട്ടിച്ച് വെക്കുന്നത്. ആക്ച്വലി കോട്ടൺ ഫാബ്രിക് തന്നെ വേണമെന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല, ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിക്കുന്നതുകൊണ്ട് തന്നെ കോട്ടൺ ഫാബ്രിക് ആയതുകൊണ്ട് കറക്റ്റ് ഒട്ടി നിൽക്കും. ആൻഡ് ഡു യു നോ സംതിങ്, ഇത് നമുക്ക് ക്യൂട്ട് ആൻഡ് ഈസ്തറ്റിക് വെയിലും ഉണ്ടാക്കാം. അതിന് കുറച്ച് പേസ്റ്റൽ കളറിലുള്ള ഫാബ്രിക്സ് എടുത്താലും മതി. ഈ ഒരു DIY ഡെക്കോർ സിമ്പിൾ ആണെങ്കിലും ഇതിൻ്റെ ഔട്ട്ലുക്ക് ഭയങ്കര എലഗൻ്റ് ആയിരിക്കും. ഒന്നും കൂടി വെറൈറ്റി നോക്കുന്ന ആളുകളാണെങ്കിൽ ഷേപ്പ് ഒന്ന് മാറ്റി പിടിച്ചാൽ മതി. അതായത് റെക്റ്റാങ്കിളിന് പകരം ഒന്ന് ട്രയാങ്കിൾ ആയിട്ട് ചിന്തിച്ച് നോക്കിയേ, ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് ട്രയാങ്കിൾ തന്നെ വേണം നിർബന്ധമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഉണ്ടാക്കാൻ എളുപ്പത്തിന് ഒരു സിമ്പിൾ ഷേപ്പ് പറഞ്ഞു തന്നതാണ്. ഇപ്പോൾ എല്ലാവരും റൂം മേക്ക് ഓവറിൻ്റെ ഒരു ട്രെൻഡിങ്ങിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇൻക്ലൂഡിങ് മീ. ഞാനും ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അതിൻ്റെ ഒരു തുടക്കമായിട്ട് ഇത് കണ്ടാൽ മതി. എത്രത്തോളം ഇത് പോകുമെന്ന് അറിയില്ല, എന്നാലും പോണത്തോളം പോട്ടെ. ഇത് വോളിൽ സ്റ്റിക്ക് ചെയ്യാൻ ഞാൻ ഗ്ലൂ ഡ്രോപ്സ് ആണ് യൂസ് ചെയ്യണത്, ബിക്കോസ് അതായിരിക്കും സേഫ്. പിന്നെ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞു തരണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പാക്കറ്റിൽ 2 ഷീറ്റാണ് ഉണ്ടാവുന്നത്. ഞാൻ ഇത് ആദ്യമായിട്ട് കാണുന്നത് ഒരു ഫെവിക്കോൾ ബോട്ടിൽ വാങ്ങാൻ പോയപ്പോൾ അതിന്റെ കൂടെ ഫ്രീ കിട്ടുന്ന പ്രോഡക്റ്റ് ആയിട്ടാണ്. അതിനുശേഷം ഇതിപ്പോ രണ്ടാമത്തെ പാക്കറ്റാണ്. പിന്നെ ഈ ഒരു സംഭവം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രോപ്പ് കംപ്ലീറ്റ് എടുക്കണം എന്നൊന്നുമില്ല. ഇതുപോലെ ഹാഫ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുത്താലും മതി. അതെന്താ അങ്ങനെ പറഞ്ഞേ? നോക്കണ്ട, ഞാൻ കുറച്ച് പിശുക്കുള്ള കൂട്ടത്തിലാണ്. ബട്ട് ഗൈസ്, ട്രസ്റ്റ് മീ, സംഭവം വർക്കിംഗ് തന്നെയാണ്. വാൾ ഡെക്കോർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഏരിയയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. അതെന്താന്ന് ചോദിച്ചാൽ, റൂമിൽ ഈ ഒരു കോർണർ വാൾ മാത്രമേ ഫ്രീ ആയിട്ട് കിടക്കുന്നുള്ളൂ. അതെന്താ മറ്റേ വാളൊന്നും ഫ്രീ അല്ലേ ചോദിച്ചാൽ, ഫ്രീ ഒക്കെയാണ്, എന്നാലും സൺലൈറ്റ് കിട്ടുന്നത് ഈ ഒരു ഭാഗത്ത് മാത്രം. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗി വേറെ തന്നെയാണല്ലോ. അങ്ങനെ ഫൈനലി നമ്മുടെ വാൾ ഡെക്കോർ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറ. പിന്നെ ഈ 4 പീസിന് പകരം 6 പീസ്, 8 പീസ്, 12 പീസിലൊക്കെ ഉണ്ടാക്കാട്ടോ. അതൊക്കെ ഇതിലും ഭംഗിയായിരിക്കും.